ഹലോ ഹായ് എല്ലാവർക്കും എന്നോട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതുകൃഷ്ണ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് റെയിൽവേ എക്സാം അപ്ഡേറ്റ്സ് ആയിട്ടാണ്. ഒക്ടോബർ മാസത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റെയിൽവേ എക്സാംസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് അറിയോ? റെയിൽവേ റിക്രൂട്ട്മെന്റ്. റെയിൽവേയിൽ 2280 വാക്കൻസീസ് ആണ് ഇപ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോരോ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഓരോരോ ഫീൽഡുകളിൽ വേക്കൻസീസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതുപോലെ തന്നെ അതിന്റെ യോഗ്യത നോക്കാം, പ്രായപരിധി നമുക്ക് നോക്കാം, തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നോക്കാം, ഫീസിന്റെ കാര്യങ്ങൾ നോക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വെബ്സൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ആദ്യത്തെ നോർത്ത് സെൻട്രൽ റെയിൽവേയിൽ 1763 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഡെഡ്ലൈൻ ഒക്ടോബർ 17 ആണ്. ഒക്ടോബർ 17 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ www.rrcpryj.org എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 50% മാർക്കോടെ 10ാം ക്ലാസ് ജയം അല്ലെങ്കിൽ അതിന്റെ ഇക്വാലൻസി ആണ് പറഞ്ഞിട്ടുള്ളത്. ബന്ധപ്പെട്ട ട്രേഡിൽ ഏതൊക്കെ ട്രേഡാന്ന് പറയാം കേട്ടോ. ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ ട്രേഡ് അല്ലെങ്കിൽ ITI സർട്ടിഫിക്കറ്റ്, NCVT, SCVT സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് ഉണ്ട്. 15 നമുക്കറിയാം 10ാം ക്ലാസ് കഴിയുമ്പോൾ നമ്മളൊരു പ്രായം എന്ന് പറയുന്നത് 15 അല്ലെങ്കിൽ 16 ആയിരിക്കും അല്ലെ. അപ്പൊ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 15 to 24 വയസ്സുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഇതിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ബേസ്ഡ് ഓൺ മാർക്സ് ഇൻ ക്വാളിഫൈഡ് എക്സാമിനേഷൻ. അപ്പോൾ ഉത്തർപ്രദേശ് പ്രയാഗ്രാജ് ആസ്ഥാനമായിട്ടുള്ള നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ വിവിധ വർക്ക്ഷോപ്പ് ഡിവിഷനുകളായിട്ട് അപ്രന്റീസ് അവസരം വന്നിരിക്കുകയാണ്. വിവിധ ട്രേഡുകളിലായിട്ട് 1763 വാക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. ഒക്ടോബർ 17 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യത എന്ന് പറയുന്നത് 50% മാർക്കോടെ 10ാം ക്ലാസ് ജയിച്ചിരിക്കണം അല്ലെങ്കിൽ ഇക്വാലൻസി ആണ് പറഞ്ഞിട്ടുള്ളത്. ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ ട്രേഡ് ITI സർട്ടിഫിക്കറ്റ് വേണം, NCVT അല്ലെങ്കിൽ SCVT. പ്രായപരിധി ഉണ്ട്. 15 to 24 വയസ്സുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇതിന്റെ തെരഞ്ഞെടുപ്പ് വരുന്നത് കേട്ടോ. ഇനി ഫീസ് നമുക്ക് നോക്കാം. 100 രൂപയാണ്. ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കണം. SC ST കാറ്റഗറീസ്, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ എന്നീ വിഭാഗക്കാർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.rrcpryj.org എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഓക്കെ, ഇനി ഏതൊക്കെ ട്രേഡിലാണ് വാക്കൻസീസ്? ഒഴിവുള്ള ട്രേഡുകൾ ഫിറ്റർ, വെൽഡർ, ആർമേച്ചർ, വൈൻഡർ, മെഷീനിസ്റ്റ്, കാർപ്പന്റർ, വുഡ് വർക്ക് ടെക്നീഷ്യൻ, ഇലക്ട്രീഷ്യൻ, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസ്, അതുപോലെ തന്നെ വയർമാൻ, പ്ലംബർ, മെക്കാനിക്കൽ ഓപ്പറേറ്റർ, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വെബ് പേജ് ഡിസൈനർ, ക്രെയിൻ, ഡ്രാഫ്റ്റ്മാൻ. കണ്ടോ, 10ാം ക്ലാസ് മതി എന്നുള്ള കാര്യം മറക്കരുത്. പക്ഷെ ആ ട്രേഡിൽ NCVT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. സ്റ്റെനോഗ്രാഫർ, ഇംഗ്ലീഷ്, ഹിന്ദി, ടേണർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ടെക്നീഷ്യൻ തുടങ്ങിയവയാണ് ഒഴിവുള്ള ട്രേഡുകൾ എന്ന് പറയുന്നത്. 1763 വാക്കൻസീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഫിറ്റർ, വെൽഡർ GE, ആർമേച്ചർ, വൈൻഡർ, മെഷീനിസ്റ്റ്, കാർപ്പന്റർ അല്ലെങ്കിൽ വുഡ് വർക്ക് ടെക്നീഷ്യൻ, ഇലക്ട്രീഷ്യൻ, പെയിന്റർ, മെക്കാനിക്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസ്, വയർമാൻ, പ്ലംബർ, മെക്കാനിക്കം ഓപ്പറേറ്റർ, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ, മൾട്ടിമീഡിയ ആൻഡ് വെബ് പേജ് ഡിസൈനർ, ക്രെയിൻ, ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, സ്റ്റെനോഗ്രാഫർ, ഇംഗ്ലീഷ് or ഹിന്ദി, ടേണർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടെക്നീഷ്യൻ തുടങ്ങിയവയാണ് വാക്കൻസീസ് ഉള്ള ഒഴിവുള്ള ട്രേഡുകൾ എന്ന് പറയുന്നത്. യോഗ്യത അറിയാലോ, 50% മാർക്കോടെ 10ാം ക്ലാസ് ജയിച്ചിരിക്കണം എന്നുള്ളതാണ് യോഗ്യത. അതിന് ഇക്വാലന്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രായപരിധി ഉണ്ട്. 15 to 24 വയസ്സുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. തെരഞ്ഞെടുപ്പ് യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ഫീസ് 100 രൂപയാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 17 കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.rrcpryj.org എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും കേട്ടോ. ഇനി പറയാനായിട്ട് പോകുന്നത് കായിക താരങ്ങൾക്ക് അവസരം വന്നിരിക്കുകയാണ്. ബീഹാറിലെ ഹാജിപൂർ ആസ്ഥാനമായിട്ടുള്ള ഈസ്റ്റ് സെൻട്രൽ റെയിൽവേക്ക് കീഴിൽ കായിക താരങ്ങൾക്ക് 56 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. റെസ്ലിംഗ്, ബാസ്കറ്റ്ബോൾ, കബഡി, ഫുട്ബോൾ, ബാഡ്മിന്റൺ, ഹോക്കി, ക്രിക്കറ്റ്, വോളിബോൾ എന്നീ കായിക ഇനങ്ങളിലാണ് അവസരം വന്നിട്ടുള്ളത്. ഒക്ടോബർ 21 വരെ അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.ecr.indianrailway.gov.in
എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. 56 വാക്കൻസീസ് ആണ്. ഞാൻ ട്രേഡുകൾ ഒന്നുകൂടി പറയാം. റെസ്ലിംഗ്, ബാസ്കറ്റ്ബോൾ, കബഡി, ഫുട്ബോൾ, ബാഡ്മിന്റൺ, ഹോക്കി, ക്രിക്കറ്റ്, വോളിബോൾ എന്നീ കായിക ഇനങ്ങളിലാണ് അവസരം. 56 വാക്കൻസീസ് ആണ്. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 21-നാണ് കേട്ടോ. അതുപോലെ തന്നെ വാക്കൻസീസ് വന്നിട്ടുള്ളത് അസമിലെ ഗുവാഹത്തി ആസ്ഥാനമായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേക്ക് കീഴിൽ കായിക താരങ്ങൾക്ക് 56 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളതും. കായിക താരങ്ങൾക്കാണ് അവസരം വന്നിട്ടുള്ളത്. 56 വാക്കൻസീസ് ആണുള്ളത്. ആർച്ചറി, അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, ക്രിക്കറ്റ്, സൈക്ലിംഗ്, ഫുട്ബോൾ, ഗോൾഫ്, ടേബിൾ ടെന്നീസ്, വോളിബോൾ, വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്നീ കായിക ഇനങ്ങളിലാണ് അവസരങ്ങൾ വന്നിട്ടുള്ളത്. ഒക്ടോബർ 15 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ കായിക താരങ്ങൾക്ക് ടോട്ടൽ 149 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അതിൽ തെലങ്കാനയിലെ സെക്കന്ദരാബാദ് ആസ്ഥാനമായിട്ടുള്ള സൗത്ത് സെൻട്രൽ റെയിൽവേക്ക് കീഴിലും സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കോട്ടയിൽ കായിക താരങ്ങൾക്ക് 14 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഗ്രൂപ്പ് സി, ഡി തസ്തികകളാണ് കേട്ടോ. ഒക്ടോബർ 19 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.scrindianrailways.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അപ്പോൾ ഒക്ടോബറിലാണ് ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അതല്ല, നിങ്ങൾക്ക് പുറത്തു പോയി വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് കേരളത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ വാക്കൻസീസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? റെയിൽവേയില് 368 സെക്ഷൻ കൺട്രോൾ വിജ്ഞാപനം വന്നിട്ടുണ്ട്. തിരുവനന്തപുരം RRBയിൽ തന്നെ 19 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ റെയിൽവേയില് 368 സെക്ഷൻ കൺട്രോൾ ഒഴിവുകളിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സദേൺ റെയിൽവേക്ക് കീഴിൽ തിരുവനന്തപുരം RRBയിൽ തന്നെ 19 ഒഴിവുകളാണുള്ളത്. ഒക്ടോബർ 14 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 14 വരെ. ഏജ് ലിമിറ്റ് ഉണ്ട്. 20 വയസ്സ് ടു 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. പിന്നെ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ക്വാളിഫിക്കേഷൻ പറയുന്നത് ശമ്പളം 35,400 റുപ്പീസ് ആണ്. ഫീസ് 500 ആണ്. അതുപോലെ തന്നെ 400 രൂപയാണ്. അതായത് ഒന്നാം ഘട്ട CBTക്ക് ഹാജരാക്കുന്നവർക്ക് 400 രൂപ തിരികെ നൽകുന്നതായിരിക്കും. ഓക്കെ. ഇനി പട്ടികവിഭാഗം, വിമുക്ത ഭടന്മാർ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ, ന്യൂനപക്ഷ വിഭാഗക്കാർ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ എന്നിവർക്ക് 250 രൂപ മതിയായിരിക്കും. ഒന്നാം ഘട്ട CBTക്ക് ഹാജരാകുന്നവർക്ക് 250 രൂപ തിരികെ നൽകുന്നതായിരിക്കും കേട്ടോ. ബാങ്ക് ചാർജുകൾ ഈടാക്കുന്നതായിരിക്കും. ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഇനി ഇതിന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവ മുഖേനയായിരിക്കും ഇതിൽ തെരഞ്ഞെടുപ്പ് വരുന്നത് കേട്ടോ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 വെബ്സൈറ്റുകളാണ് കൊടുത്തുള്ളത്. തിരുവനന്തപുരത്തെ അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത്, കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.rrbtiruvananthapuram.gov.in എന്നുള്ള വെബ്സൈറ്റ് നോക്കിയാൽ മതി. ചെന്നൈയിലെ ആണെങ്കിൽ www.rrbchennai.gov.in എന്നുള്ള വെബ്സൈറ്റ് നോക്കിയാൽ മതി. അതെല്ലാം മുംബൈയിലാണെങ്കിൽ www.rrbmumbai.gov.in എന്നുള്ള വെബ്സൈറ്റ് നോക്കിയാൽ മതിയാകും. അപ്പൊ അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഇപ്പൊ റെയിൽവേയിൽ 368 സെക്ഷൻ കൺട്രോൾ ഒഴിവുകളിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സദേൺ റെയിൽവേക്ക് കീഴിൽ തിരുവനന്തപുരം RRBയിൽ 19 വാക്കൻസീസ് ആണുള്ളത്. ഒക്ടോബർ 14 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി അല്ലെങ്കിൽ ഇക്വാലൻസി ആണ് പറയുന്നത്. ഏജ് ലിമിറ്റ് ഉണ്ട്. 20 to 33 വയസ്സ് വരെയാണ്. സാലറി സ്കെയിൽ 35,400 രൂപയാണ്. ഫീസ് 500 രൂപയാണ്. ഒന്നാം ഘട്ട CBTക്ക് ഹാജരാകുന്നവർക്ക് 400 രൂപ തിരികെ നൽകുന്നതായിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ SC, ST, വിമുക്ത ഭടന്മാർ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ, ന്യൂനപക്ഷ വിഭാഗക്കാർ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ എന്നിവർക്ക് 250 രൂപ മതിയാകും. ഒന്നാം ഘട്ട CBTക്ക് ഹാജരാക്കുന്നവർക്ക് 250 രൂപ തിരികെ നൽകുന്നതായിരിക്കും കേട്ടോ. എന്നാൽ ബാങ്ക് ചാർജുകൾ എന്തായിരിക്കും? ഈടാക്കുന്നതായിരിക്കും. ഓൺലൈനായിട്ടാണ് ഫീസുകൾ അടയ്ക്കേണ്ടത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള വെബ്സൈറ്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞത് റെയിൽവേയിൽ 2280 വാക്കൻസീസ് എന്ന് പറഞ്ഞു. അതിൽ 1763 വാക്കൻസീസ് നോർത്ത് സെൻട്രൽ റെയിൽവേയിലാണെന്ന് പറഞ്ഞു. ഡെഡ് ലൈൻ ഒക്ടോബർ 17 ആണെന്ന് പറഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള വെബ്സൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? 50% മാർക്കോടെ 10ാം ക്ലാസ് ജയിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇക്വാലന്റി ആണ് പറഞ്ഞിട്ടുള്ളത്. ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ ട്രേഡ് ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് ഉണ്ട്. 15 to 24 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത്. സെലക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ്? യോഗ്യത പരീക്ഷയിലെ മാർക്ക് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇതിന്റെ സെലക്ഷൻ വരുന്നത്. ഫീസ് 100 രൂപയാണ്. ഫീസ് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ പേ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. SC, ST, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ എന്നീ വിഭാഗക്കാർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല.
കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.rrcpryj.org എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഓക്കെ, സോ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ യുവർ ടൈം, ബൈ.